ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സെന്നസ്റ്റീലുണ്ടോ, അതായത് മാരുതിന് ഇറക്കിയിട്ടുള്ള നമ്മുടെ വാഗണറിന്റെ അപരക്കാരൻ വണ്ടി. പക്ക വാഗണർ എന്ന് തന്നെ പറയാം. ആ ഷേപ്പിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. മെക്കാനിക്കൽ സ്പെയറുകളും ബാക്കി സാധനങ്ങൾ ഏകദേശം ഒക്കെ വാഗണർ തന്നെയാണ്. സ്പെയർ ഒക്കെ ഏകദേശം അല്ല, സ്പെയർ വാഗണറിന്റെ സെയിം തന്നെയാണ്. ലുക്ക് വൈസ് നമുക്ക് മാറ്റങ്ങൾ, ഫ്രണ്ട് വശമൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. നല്ല ഇച്ചിരി സ്റ്റൈലിഷ് ഡിസൈൻ ആണ്. ആ ബോക്സി ടൈപ്പ് ഡിസൈൻ ഫ്രണ്ടിൽ നിന്ന് കുറച്ചിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള ഹെഡ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഗ്രില്ലൊക്കെയാണ്. ഇത് ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള വണ്ടിയാണ്. നെസ്റ്റിലൂടെ തന്നെ ഫോഗ് ലാമ്പ് ഒക്കെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. LSI ഉണ്ട്, ഫോഗ് ലാമ്പ് ഒന്നും കൊടുത്തിട്ടില്ല. വണ്ടി ഫ്രണ്ടിൽ നോക്കുമ്പോഴേ നല്ല ഭംഗിയാണ്ടോ, ആ ഒരു പുതുമയുണ്ട്. അപ്പോൾ ഇതിന്റെ ബാക്കി സൈഡ് വ്യൂ ഒക്കെ നോക്കുമ്പോഴായാലും വാഗണറിന്റെ സെയിം ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ വിൻഷീൽഡും ഗ്ലാസ് ഏരിയ ഒക്കെ സിമിലർ ആണോ. ഷേപ്പിലുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഈ മിററൊക്കെ കണ്ടറിയാം, ഇതൊക്കെ പ്രോപ്പർ വാഗണറിന്റെ അതേ മിററൊക്കെ തന്നെയാണ്. ഏറെക്കുറെ എല്ലാ സ്പെയറും സെയിം തന്നെയാണോ. വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. ഡോർ ആയാലും ഈ പറഞ്ഞ വാഗണറിനെ പോലെ തന്നെ വൈഡ് ആയിട്ട് തന്നെ ഓപ്പൺ ആണ് ഡോറാണ്. അപ്പൊ ഇന്റീരിയറിലേക്ക് കയറുമ്പോഴായാലും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കയറി ഇറങ്ങാനൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇന്റീരിയർ നോക്കുമ്പോഴായാലും കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇന്റീരിയർ ആണോ. നമ്മുടെ ഐറ്ററിനൊക്കെ സമാനമായിട്ടുള്ള ഒരു ഇന്റീരിയർ എന്ന് പറയാം. വാഗണറിന്റെ ആ പഴയ ഡിസൈനിൽ നിന്ന് മാറ്റിയിട്ടുള്ള ഇന്റീരിയർ ആണോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആൻഡ്രോയിഡ് സ്ക്രീൻ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ ആൻഡ് ബീജ് കോമ്പിനേഷൻ ഉള്ള ഇന്റീരിയർ ആണ് വന്നിട്ടുള്ളത്. ഗിയർ പൊസിഷനും കാര്യങ്ങളൊക്കെ നോർമൽ നമ്മുടെ വാഗണറിൽ തന്നെ അതേ ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ബ്രൗൺ കളർ കൊടുത്തിട്ടുള്ള സെയിം വാഗണറിന്റെ സ്റ്റിയറിംഗിൽ ബ്രൗൺ കളർ കൊടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. മീറ്ററും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായാലും അനലോഗ് ഡിജിറ്റൽ കോമ്പോയിൽ തന്നെ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയായാലും AC വെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ റൗണ്ടും നടുക്ക് നോർമൽ ആയിട്ടുള്ള ആ രീതിയിലൊക്കെ തന്നെയാണോ വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ബാക്കിലേക്ക് പോവാം. ബാക്കിലേക്ക് പോകുമ്പോഴായാലും അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. വാഗണറിന് സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ അത്യാവശ്യം ലെഗ് റൂം, ഹെഡ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സെന്നസ്റ്റീൽ എന്നുള്ള പേരുണ്ടെങ്കിൽ പോലും സെന്നായിട്ടുള്ള യാതൊരു ബന്ധവും വരുന്നില്ല കേട്ടോ. പ്രോപ്പർ വാഗണർ തന്നെ പറയാം. പേര് മാത്രം സെന്നസ്റ്റീൽ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോകാം. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് വാഗണറിന്റെ അത്രയും ഹൈറ്റ് ഉള്ള ഒരു ഫീല് വരില്ല. നമുക്ക് എന്താ പറയുക, ഇച്ചിരി ഉരുണ്ടിട്ടുള്ള ഒരു ഫീലാണ് വരുന്നത്. അതുപോലെ അത്യാവശ്യം ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ചെറിയൊരു നല്ല ഉരുണ്ടിട്ടുള്ള ഒരു ബൂട്ട് ഡോറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു പുതുമ തോന്നിക്കാൻ പാകത്തിന് ആ ടെയിൽ ലൈറ്റ് ആയാലും ഒരു ചിരിച്ചിട്ടൊക്കെ ഉള്ള ഡിസൈൻ ആയിട്ടോ കൊടുത്തിട്ടുള്ളത്. കാണാൻ പുറകെ നോക്കുമ്പോൾ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. ഒരു സ്പോയിലറോടെ എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ നല്ല ഷേപ്പ് ആയിരിക്കും കേട്ടോ. സെന്നസ്റ്റീലോ എന്നുള്ള ബാഡ്ജിങ് ആണ്. LSI അതുപോലെ മാരുതി സുസുക്കി എന്നുള്ള എംബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ഈ ഇവിടുന്ന് ഒരു നോർമൽ ഡോർ കൊടുക്കുന്ന പോലത്തെ ഒരു ക്ലിപ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴതിൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ബൂട്ട് ഏരിയയും കാര്യങ്ങളും വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് സൈഡിൽ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഇപ്പൊ ഈ ഹസാഡ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ അടിയിൽ ഉണ്ട് നോർമലി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൂട്ടായാലും അത്യാവശ്യം സാധനങ്ങൾ കൊള്ളും. എനിക്ക് തോന്നുന്നു വാഗണറിനൊക്കെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബാക്കി സൈഡ് വ്യൂ നോക്കാം. സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടിയിൽ കുറച്ച് ചെളിയില്ല കേട്ടോ, കഴുകിക്കാനുള്ള ടൈം കിട്ടിയില്ല. ടയർ സൈസ് ആയാലും 13 ഇഞ്ച് ടയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. ടയറൊക്കെ ആയാലും ഓവറോൾ ഈ വണ്ടിക്ക് ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ റൂമിലേക്ക് പോവാം. എഞ്ചിൻ റൂം ആയാലും മറ്റേ ബോണറ്റിന്റെ ഏരിയ ഒക്കെ വരുന്നത് നോർമൽ ആ ഒരു വാഗണറിന്റെ ആ ഒരു സൈസ് തന്നെയാണ്. ഷേപ്പ് കുറച്ചുകൂടെ ചെരിച്ചിട്ടേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബോണറ്റ് അതിന് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ബോണറ്റാണോ വരുന്നത്. വേറെ ഇതിന്റെ അബ്രോണും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴല്ലേ വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത വണ്ടിയാണ്. വേസ്റ്റിങ്ങുകളും പക്കയായിട്ടാണ് നിൽക്കണേ. വേറെ മേജർ ഓയിൽ ലീക്കോ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എഞ്ചിനും അതുപോലെ തന്നെ നമ്മുടെ K സീരീസ് ആ വാഗണറിന്റെ എഞ്ചിനായിട്ട് സിമിലർ ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ള വണ്ടിയിൽ. അപ്പൊ ഈ വാഹനത്തിന് ഏകദേശം ഒരു 16 മുതൽ 18 വരെ മൈലേജ് ലഭിക്കുന്ന വാഹനമാണ്. നോർമൽ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ റോഡുകളിൽ ഒരു 16-17 മൈലേജ് കിട്ടും. ഹൈവേയിലാണെങ്കിൽ 18 വരെ 19 വരെ മൈലേജ് കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള, നല്ല യാത്ര സുഖമുള്ള, നല്ലൊരു ഐഡിയൽ കാറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വണ്ടിയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ സെന്നസ്റ്റീൽ ഓടിച്ചോണ്ടിരിക്കുക കേട്ടോ. മറ്റേ സെന്നിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവിങ്ങിന്റെ ഇത് നമുക്ക് തോന്നില്ല. ഇത് പക്ക ഒരു വാഗണർ ഓടിക്കുന്ന ഫീൽ ആട്ടോ. ഹൈറ്റിൽ നിന്നിട്ടുള്ള ഫീലാണ്. അതുപോലെ നോർമൽ നമ്മൾ ആ പുതിയതായിട്ട് ഇറങ്ങിയ ആ ഒരു ടോൾ ബോയ് ഡിസൈനുള്ള കാറുകൾ ഓടിക്കുന്ന ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് വണ്ടി പോണേ. ഓടിക്കാനായി ലേഡീസിനൊക്കെ ആയാലും കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. അതുപോലെ പവർ സ്റ്റിയറിംഗും AC ടൂഡോ പവറിന്റെ ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഹാൻഡിലിംഗ് ഒക്കെ സിമ്പിൾ ആണ്. വണ്ടി ചുറ്റുംപുറവും വിസിബിലിറ്റി ആയാലും അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വലിയ വിൻസ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്. വിസിബിലിറ്റി നോക്കുമ്പോഴും കാണാൻ പറ്റും കേട്ടോ. ഈ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ഐഡിയൽ കാറായിട്ട് യൂസ് ചെയ്യാവുന്ന വണ്ടിയാണ്. ഫാമിലി യൂസിന് പക്കയുണ്ടോ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ലഭിക്കും. വാഗണറിന്റെ സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണോ. അപ്പോൾ ഇത് കൊടുക്കാനുള്ള വണ്ടിയാണ്. 2010 മോഡൽ വരുന്നത്. 95,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ.
അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി. ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.